ദീനില് അറവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദബ്ഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇസ്ഹാഖു റൂഹി മാ യുഅക്കലു ലഹ്മുഹു ബിത്തദ്കിയത്തി ശർഇയ്യ. മാംസം നമുക്ക് ഹലാലായിട്ടുള്ള ഒരു ജീവിയെ ശർഇയ്യായ രൂപത്തിൽ കൊല്ലുന്നതിനാണ് അറവ് എന്ന് പറയാം. അതിന്റെ കഴുത്ത് മുറിച്ച് അറക്കുക. അത് ശർഇയ്യായി ഇറച്ചി ഹലാലായിട്ടുള്ള മൃഗമാകണം. അപ്പൊ ഒരു നായനെ കൊല്ലുന്നതിന് ദബ്ഹ് എന്ന് പറയില്ല. നായൻ എങ്ങനെ വന്നാലും അതിന് ദബ്ഹ് എന്ന് പറയില്ല. അപ്പൊ ഈ ദബ്ഹ് രണ്ടു വിധത്തിലുണ്ട്. ദബ്ഹു ആദ വ ദബ്ഹു ഇബാദ. ആദത്തായിട്ടുള്ള ദബ്ഹ്, സാധാരണ ഇറച്ചി തിന്നാൻ വേണ്ടി നമ്മൾ അറക്കുന്നത്, അതാണ് ഒരു തരം. രണ്ടാമത്തെ ഇനം ദബ്ഹു ഇബാദ, ഒരാളോടുള്ള ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരിൽ അറക്കുന്നത്. അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. വഖൗലുല്ലാഹി തആല, ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് 2 ആയത്തുകളും 2 ഹദീസുകളുമാണ്. ഒന്നാമത്തെ ആയത്ത് ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, എന്റെ നമസ്കാരവും ബലികർമ്മവും ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പൊ ഇവിടെ നമസ്കാരത്തിന്റെ കൂടെ നുസുക്ക്, ബലികർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. വഖൗലുഹു, അതുപോലെ അല്ലാഹു തആല പറഞ്ഞു ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, ബലികർമ്മം നിർവഹിക്കുക, ബലിയർക്കുകയും ചെയ്യുക. അപ്പൊ ഈ 2 ആയത്തിലും നമസ്കാരത്തിന്റെ കൂടെയാണ് ബലികർമ്മത്തെക്കുറിച്ച്, ദബ്ഹിനെ കുറിച്ച് പറഞ്ഞത്. ഉലമാക്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കൂടെ പറഞ്ഞത്? കാരണം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഇബാദത്തുകൾ ഏറ്റവും അഫ്ളലാണ് നമസ്കാരം. സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലാണ് ബലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ, ബഹുഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് ഉളുഹിയ്യത്ത് അറുക്കുന്നതാണ് അത്രയും സംഖ്യ സ്വതക്ക ചെയ്യുന്നതിനേക്കാളും അഫ്ളൽ. ഒരു മൃഗത്തെ വാങ്ങാനുള്ള പണം അത്രയും തുക സ്വതക്ക ചെയ്യുന്നതിനേക്കാളും അഫ്ളൽ ഒരു മൃഗം വാങ്ങി ഉളുഹിയ്യത്ത് അറുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കൂടെ ബലികർമ്മത്തെ കുറിച്ച് പറഞ്ഞത്.